ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഊണിനൊപ്പമോ സദ്യക്കൊപ്പമോ സെർവ് ചെയ്യാൻ പറ്റുന്ന പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്ന സൈഡ് ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉലുവ, ഉഴുന്ന്, ജീരകം, വെളിച്ചെണ്ണ എന്നിവയാണ്. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വാളംപുളി പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ബാക്കിയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. അതും ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വെട്ടിത്തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇത് ഇച്ചിരി കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചി അതല്ലെങ്കിൽ ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്ന സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ ഇഞ്ചിപ്പുളി തയ്യാറാക്കിയത് വേലായുധ മാമനാണ്. പുളിയിഞ്ചി ഉണ്ടാക്കി 3-4 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. മാമൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.